പശ്ചിമേഷ്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതിയ വിസ്മയകരമായ സൈനിക നീക്കങ്ങൾക്കാണ് 2026 തുടക്കത്തിൽ ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ദശകങ്ങളായി ശത്രുതയുടെയും നയതന്ത്ര അകലത്തിന്റെയും മതിലുകൾക്കിടയിൽ കഴിഞ്ഞിരുന്ന രാജ്യങ്ങൾ ഇന്ന് ഒരേ സുരക്ഷാ കവചത്തിന് കീഴിൽ അണിനിരക്കുന്നു എന്നത് കേവലം ഒരു വാർത്തയല്ല, മറിച്ച് ഭൗമരാഷ്ട്രീയത്തിലെ അതിശക്തമായ ഒരു ഭൂചലനമാണ്. ഇറാനുമായുള്ള സംഘർഷം അതിൻ്റെ പാരമ്യത്തിലെത്തിയ വേളയിൽ അറബ് ലോകത്തെ പ്രമുഖ ശക്തിയായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തങ്ങളുടെ ആകാശ സീമ സംരക്ഷിക്കാൻ ഇസ്രയേലിൻ്റെ സഹായം തേടിയതും ഇസ്രയേൽ തങ്ങളുടെ അഭിമാനമായ അയൺ ഡോം പ്രതിരോധ സംവിധാനം UAEയിൽ വിന്യസിച്ചതും പുതിയൊരു യുഗപ്പിറവിയെയാണ് സൂചിപ്പിക്കുന്നത്. ചരിത്രത്തിലാദ്യമായി ഇസ്രയേൽ സൈനികർ ഔദ്യോഗിക യൂണിഫോമിൽ ഒരു അറബ് രാജ്യത്തിൻ്റെ മണ്ണിൽ നിലയുറപ്പിക്കുന്നു എന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സമവാക്യങ്ങൾ എത്രത്തോളം മാറിമറിഞ്ഞു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ്. ഇസ്രയേലിൻ്റെ സുരക്ഷാ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായമാണ് അയൺ ഡോം. ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും റോക്കറ്റുകളെ ആകാശത്ത് വെച്ച് തന്നെ വെണ്ണീറാക്കി ലോകശ്രദ്ധ നേടിയ ഈ സംവിധാനം ഇസ്രയേലിൻ്റെ അതിർത്തികൾക്ക് പുറത്തേക്ക് വിന്യസിക്കപ്പെടുന്നത് വളരെ വിരളമായാണ്. എന്നാൽ 2026 ഇറാൻ തൊടുത്തുവിട്ട 550ഓളം ബാലിസ്റ്റിക് മിസൈലുകളും 2000-ലധികം ചാവേർ ഡ്രോണുകളും UAEയുടെ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വെച്ചപ്പോൾ അബുദാബിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പോലെ തന്നെ അപകടകരമായ ഒരു തരംഗം പേർഷ്യൻ കടലിടുക്കിൽ രൂപപ്പെട്ടപ്പോൾ അത് പ്രതിരോധിക്കാൻ ഏറ്റവും ആധുനികമായ ആയുധം തന്നെ വേണമെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവാണ് ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള ആ നിർണായക ഫോൺ കോളിലേക്ക് നയിച്ചതും മിനിറ്റുകൾക്കുള്ളിൽ അയൺ ഡോം ബാറ്ററികൾ UAEയിലേക്ക് അയക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇസ്രയേലിനെ എത്തിച്ചതും. ഈ സൈനിക സഹകരണം കേവലം യന്ത്രങ്ങളുടെ കൈമാറ്റം മാത്രമല്ല, അയൺ ഡോം പ്രവർത്തിപ്പിക്കാൻ വൈദഗ്ധ്യമുള്ള ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിനെ, അതായത് IDFന്റെ ഉദ്യോഗസ്ഥരെയും ഇന്ന് UAEയിലെ സൈനിക താവളങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞു. മുസ്ലിം ലോകത്തിൻ്റെ വികാരമായിരുന്ന പാലസ്തീൻ പ്രശ്നത്തെ മുൻനിർത്തി ഇസ്രയേലിനെ ബഹിഷ്കരിക്കുന്ന പഴയ കാലത്ത് നിന്ന് സ്വന്തം നിലനിൽപ്പിനായി ഇസ്രയേലുമായി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന പുതിയ അറബ് ലോകത്തെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇറാൻ സൃഷ്ടിക്കുന്ന ഭീഷണി എത്രത്തോളം വലുതാണെന്ന് ഈ നീക്കം വ്യക്തമാക്കുന്നു. ആകാശത്ത് വെച്ച് തകർക്കപ്പെട്ട 100 കണക്കിന് ഇറാനിയൻ മിസൈലുകൾ അയൺ ഡോമിൻ്റെ കാര്യക്ഷമത തെളിയിച്ചപ്പോൾ അത് ഇസ്രയേലും UAEയും തമ്മിലുള്ള വിശ്വാസത്തിൻ്റെ അടിത്തറ കൂടുതൽ ശക്തമാക്കി. തങ്ങളുടെ പ്രതിരോധ സംവിധാനം ആദ്യമായി ഒരു വിദേശ രാജ്യത്തിന് കൈമാറാൻ ഇസ്രയേൽ തയ്യാറായത് UAEയെ അവർ എത്രത്തോളം വിശ്വസ്തരായ സഖ്യകക്ഷിയായി കാണുന്നു എന്നതിൻ്റെ തെളിവാണ്. 2020 ഒപ്പിട്ട എബ്രഹാം ഉടമ്പടിയാണ് ഈ സൈനിക സഖ്യത്തിൻ്റെ ആധാരശില. അന്ന് വെറുമൊരു സാമ്പത്തിക നയതന്ത്ര കരാറായി കണ്ടിരുന്ന ആ ഉടമ്പടി ഇന്ന് പൂർണ്ണ രൂപത്തിലുള്ള ഒരു സൈനിക പ്രതിരോധ സഖ്യമായി മാറിയിരിക്കുന്നു. ഇറാന്റെ പ്രാദേശിക മേധാവിത്വത്തിനെതിരെയുള്ള ഒരു പടച്ചട്ടയായി ഈ സഖ്യം പ്രവർത്തിക്കുന്നു. UAEയുടെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥനായ താരേഖ് അൽ ഒതൈബയെ പോലെയുള്ളവർ പരസ്യമായി ഇസ്രയേലിനെ പുകഴ്ത്തുന്നത് പശ്ചിമേഷ്യയിലെ മാറിയ ചിന്താഗതിയുടെ പ്രതിഫലനമാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കളെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും നൽകിയ പിന്തുണയേക്കാൾ ഉപരിയായി നേരിട്ടുള്ള സൈനിക സഹായത്തിലൂടെ ഇസ്രയേൽ UAEയുടെ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. അറബ് രാജ്യങ്ങളെയും ഇസ്രയേലിനെയും തമ്മിൽ അകറ്റി നിർത്തുക എന്ന ഇറാന്റെ തന്ത്രം ഈ നീക്കത്തോടെ പാടെ തകർന്നിരിക്കുകയാണ്. ഭൗമരാഷ്ട്രീയ കാഴ്ചപ്പാടിൽ നോക്കിയാൽ പശ്ചിമേഷ്യയിൽ ഒരു അറബ് ഇസ്രയേൽ നാറ്റോ രൂപപ്പെടുന്നതിൻ്റെ സൂചനകളാണ് ഇവിടെ കാണുന്നത്. അമേരിക്കയുടെ പിൻബലത്തോടെ രൂപപ്പെട്ട ഈ സഖ്യത്തിൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളും വരും കാലങ്ങളിൽ ഭാഗമാകാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കേവലം മതപരമായ വേർതിരിവുകൾക്കപ്പുറം ദേശീയ സുരക്ഷയ്ക്കും സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇറാൻ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യകളെ പ്രതിരോധിക്കാൻ ഇസ്രയേലിൻ്റെ സാങ്കേതിക തികവ് അത്യന്താപേക്ഷിതമാണെന്ന് മേഖലയിലെ പല രാജ്യങ്ങളും ഇപ്പോൾ തിരിച്ചറിയുന്നു. സമാധാനത്തിൻ്റെ കാലമല്ല, മറിച്ച് യുദ്ധത്തിൻ്റെ കനൽ പടരുന്ന വേളയിലാണ് യഥാർത്ഥ ബന്ധങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത്. UAEയുടെ മണ്ണിൽ നിന്ന് അയൺ ഡോം വിക്ഷേപിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകൾ തകർക്കുന്നത് കേവലം ഡ്രോണുകളെയല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന അവിശ്വാസത്തിൻ്റെ മതിലുകളെ കൂടിയാണ്. എങ്കിലും ഈ സഖ്യം പല വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. പാലസ്തീൻ വിഷയം പരിഹരിക്കപ്പെടാതെ ഇസ്രയേലുമായി ഇത്രയേറെ ആഴത്തിലുള്ള സൈനിക സഹകരണം ഉണ്ടാകുന്നത് അറബ് തെരുവുകളിൽ എങ്ങനെയുള്ള പ്രതികരണമാണ് സൃഷ്ടിക്കുക എന്നത് കണ്ടറിയണം. എന്നാൽ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും അടിസ്ഥാന സൗകര്യങ്ങളും സംരക്ഷിക്കുക എന്നതാണ് പ്രാമുഖ്യം. ഇറാന്റെ മിസൈലുകൾ തങ്ങളുടെ നഗരങ്ങളെ തകർക്കുമ്പോൾ നിസ്സംഗരായി ഇരിക്കാൻ UAEക്ക് കഴിയില്ല. ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ നൽകിയ സഹായം വരും ദശകങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. ഞങ്ങൾ ഇതൊരിക്കലും മറക്കില്ല എന്ന UAE ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ ഈ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ സൈനിക ശാക്തിക ബലതന്ത്രം മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നു.
ഇറാൻ എന്ന പൊതുശത്രുവിന് മുന്നിൽ അറബ് രാജ്യങ്ങളും ഇസ്രയേലും ഒന്നിക്കുന്നത് മേഖലയിൽ പുതിയൊരു സമാധാന ക്രമത്തിനോ അതല്ലെങ്കിൽ കൂടുതൽ തീവ്രമായ ഒരു യുദ്ധത്തിനോ വഴിവെച്ചേക്കാം. അയൺ ഡോം കേവലം ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം മാത്രമല്ല, അത് ആധുനിക നയതന്ത്രത്തിന്റെ ശക്തമായ പ്രതീകം കൂടിയാണ്. യുടെ ആകാശത്ത് ഇസ്രയേൽ മിസൈലുകൾ ഇറാന്റെ ഡ്രോണുകളെ തകർക്കുമ്പോൾ അത് പുതിയൊരു പശ്ചിമേഷ്യയുടെ ഉദയത്തെയാണ് വിളിച്ചോതുന്നത്. ഈ സഖ്യം എങ്ങനെ മുന്നോട്ട് പോകുമെന്നും ഇത് മേഖലയിലെ മറ്റ് സംഘർഷങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നും വരും നാളുകളിൽ കണ്ടറിയേണ്ടതുണ്ട്. ലോകം ഒരു പുതിയ ശീതയുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ പശ്ചിമേഷ്യയിലെ ഈ ഐക്യം ആഗോള സുരക്ഷയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന കാര്യത്തിൽ സംശയമേയില്ല. മാറ്റങ്ങൾ അനിവാര്യമാണെന്നും അത് പഴയ ശത്രുക്കളെ പുതിയ മിത്രങ്ങളാക്കി മാറ്റുമെന്നും ഈ സൈനിക നീക്കം ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. അവസാനമായി, ഒരു പ്രദേശത്തിന്റെ സുരക്ഷ എന്നത് അവിടെയുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന വലിയ പാഠം കൂടിയാണ് അയൺ ഡോം എന്ന ഈ ചെറുകിട മിസൈൽ സംവിധാനം വലിയൊരു ഭൂപ്രദേശത്തിന് നൽകുന്നത്. ലോകം ഉറ്റുനോക്കുന്ന ഈ ബന്ധം സമാധാനത്തിന്റെ ഒരു പുതിയ കവചമായി മാറുമോ എന്ന് വരും കാലം തെളിയിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.